ഹലോ മക്കളെ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ NMMS ചാനൽ. നമ്മൾ NMMSൻ്റെ എക്സാം സീസണിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ക്ലാസ്സുകളുമായിട്ട് എല്ലാ ദിവസവും എക്സ് ആൻഡ് വൈയുടെ ഫാക്കൽറ്റി നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ് ജനുവരി അവസാനിക്കാറായി. നമ്മൾ ആനുവൽ എക്സാമിൻ്റെ ഒരു മൂഡിലേക്ക് പതുക്കെ എത്തി തുടങ്ങുകയാണ് അല്ലേ. ഫെബ്രുവരി മാർച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആനുവൽ എക്സാംസ് എത്താൻ പോവുകയാണ്. പക്ഷേ NMMS എക്സാം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചെഴുതിയ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റിസൾട്ട് എന്നായിരിക്കും വരിക, നമുക്ക് NMMS കിട്ടുമോ ഇല്ലയോ, അതുപോലെ തന്നെ എത്രയായിരിക്കാം കട്ട് ഓഫ് എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് റിസൾട്ടിനെ കുറിച്ചും കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളുടെ NMMS എഴുതിയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ആദ്യമായിട്ട് പറയാനുള്ളത്, സാധാരണ രീതിയിൽ നമുക്കറിയാം NMMS എക്സാം കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അതായത് ആദ്യം അവരുടെ കയ്യിലുള്ള ആൻസർ കീ അവർ പബ്ലിഷ് ചെയ്യും. അതിലുള്ള തിരുത്തലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കംപ്ലയിൻറ്റ് പോലെ അയച്ചു കൊടുക്കാൻ പറ്റും. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് NMMSൻ്റെ റിസൾട്ട് സാധാരണ വരാറുള്ളത്. സോ ഏകദേശം ഒരു 2 മാസം അല്ലെങ്കിൽ 2 to 3 months ആണ് റിസൾട്ട് വരാൻ വേണ്ടി എടുക്കാറുള്ളത്. അതായത് ഡിസംബറിൽ എക്സാം കഴിഞ്ഞു, ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ടൊക്കെ NMMSൻ്റെ റിസൾട്ട് എന്തായാലും എത്തേണ്ടതാണ്, നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ആൻഡ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. അതിലുള്ള തെറ്റുകളും മറ്റുമൊക്കെ അയച്ചു കൊടുക്കാനുള്ള ടൈമും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫൈനൽ ഒഫീഷ്യൽ ആൻസർ കീ ഇറങ്ങേണ്ടതാണ്. അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. നമുക്കറിയാം ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിൽ ഏത് നിമിഷവും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഫൈനലായിട്ടുള്ള കൺഫേംഡ് ആൻസർ കീ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് 1 മാസം കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി റിസൾട്ടിന് കാത്തിരിക്കുകയാണെന്ന് അറിയാം. ഇനി അപ്പം നമ്മുടെ റിസൾട്ടുമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഇനി ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, മുൻപുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ ഓരോ വർഷവും 3473 കുട്ടികൾക്കാണ് NMMS എക്സാം സ്കോളർഷിപ്പ് കിട്ടാറുള്ളത്. ഓക്കെ, അതായത് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ടോപ്പ് 3473 ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ 14 ജില്ലകളിലും ഓരോ ജില്ലയിലും എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ടാണ് സ്കോളർഷിപ്പുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം ജനറൽ ആൻഡ് OBC ഒരു സിംഗിൾ കാറ്റഗറി ആയിട്ടും SC STക്ക് മാത്രമാണ് ഇതിൽ എന്തുള്ളൂ, ഇളവുകൾ ഉള്ളൊരു സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കട്ട് ഓഫിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം എഴുതുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതും മലപ്പുറത്താണ്. ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ കൂടിയത് കൊണ്ട് തന്നെ കട്ട് ഓഫും കൂടുതൽ എവിടെയാണ്, മലപ്പുറത്താണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഒരു 2 വർഷം മുൻപ് വരെയുള്ള കട്ട് ഓഫ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 2 വർഷത്തെ കട്ട് ഓഫുകൾ എല്ലാ ജില്ലകളുടെയും അത്ര ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. മലപ്പുറം ജില്ലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വർഷം മുന്നേ വരെ ഒരു 110 മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനറൽ ആൻഡ് OBCക്കാർക്ക് സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം 2022 റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 റിസൾട്ട് വന്നു. അതായത് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 119 മാർക്കാണ് മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതിലൊരു കാരണം, അത്രയും കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പേപ്പറിൽ ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും 5 മാർക്ക് ബോണസ് ആയിട്ട് കിട്ടി. അപ്പോൾ കട്ട് ഓഫും ഓട്ടോമാറ്റിക്കലി 5 മാർക്ക് ഉയർന്നു. ഈ വർഷം എത്രത്തോളം ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്, എത്ര കറക്ഷൻസ് വന്നു എന്നുള്ളത് ഫൈനൽ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഒരു 1-2 ചോദ്യങ്ങളിൽ മാത്രമേ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ മിസ്റ്റേക്കുകൾ വന്നിട്ടുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് ആ ഒരു രൂപത്തിൽ ഉയരാൻ സാധ്യതയില്ല. എന്നാലും നമുക്കൊരു 115ൻ്റെ അടുത്ത് തന്നെ മലപ്പുറത്തൊക്കെ പ്രതീക്ഷിക്കാം. ജനറലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആൻഡ് OBCയുടെ കാര്യം SC ST ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറവായിരിക്കും. ബാക്കി ജില്ലക്കാരൊക്കെ മലപ്പുറം നമുക്കൊരു 115 മുതൽ മേ ബി 120 മാക്സിമം പോയാൽ 120 മാർക്ക് ടോട്ടൽ വേണം എന്നുള്ളൊരു കട്ട് ഓഫിലേക്ക് എത്താം. ബാക്കി ജില്ലകളൊക്കെ ഇതിനേക്കാൾ ഒരു 5-10 മാർക്ക് കുറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവാറുള്ളത് സാധാരണ കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ പോലുള്ള ജില്ലകളാണ്. അതിലും താഴെ നമുക്ക് എറണാകുളം, ട്രിവാൻഡ്രം, കാസർഗോഡ് പോലെയുള്ള ജില്ലകൾ. പിന്നെ ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്ന വയനാട് പോലെയുള്ള, പത്തനംതിട്ട പോലെയുള്ള ജില്ലകളാണ് കട്ട് ഓഫ് ഏറ്റവും കുറവ് ആവശ്യമുള്ളത്. ഇതാണ് ഏകദേശം ഒരു രൂപം. ഇതിൻ്റെ ഒഫീഷ്യൽ കണക്കുകളും മറ്റും അതുപോലെ തന്നെ ആൻസർ കീയുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി NMMS കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും എക്സാമിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആനുവൽ എക്സാമിന് വേണ്ട എല്ലാ ക്ലാസ്സുകളും വരുന്നുണ്ട്. ഡോ നോട്ട് വറി, എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ സെറ്റാക്കി തരും. ആൻഡ് 9ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എക്സാം വൈയുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 8ലെ NMMS എഴുതിയ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.